ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓണൊക്കെ ആയി തുടങ്ങിയില്ലേ? കർക്കിടകം കഴിയാനായി. ഓണം പ്രാവശ്യം ആദ്യം തോന്നുന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഓണത്തിന്റെ സദ്യ ഐറ്റംസ്, ചില ഐറ്റംസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ എലിശ്ശേരിയാണ് കേട്ടോ. അപ്പോ മത്തനെരിശ്ശേരിക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണേ. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്, ഈ ഒരു എരിശ്ശേരിന്റെ ഹോൾ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മത്തൻ, ഓഫ് കോഴ്സ് മത്തൻ വേണം, പരിപ്പ് വേണം, നാളികേരം, അതേപോലെ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കടുക്, ചെറിയ ജീരകം, വറ്റൽമുളക്, കരിവേപ്പില, ഒരു ചെറിയ ഉള്ളി, അതേപോലെ ഒരു പച്ചമുളക്. പിന്നെ ഓഫ് കോഴ്സ് എണ്ണ വേണം. എണ്ണ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. എണ്ണയ്ക്ക് ഒരു ചെറിയ കുടം വാങ്ങണം അല്ലേ? ഞാൻ എന്താ വെക്കാത്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ പ്രസന്റബിൾ ആവണമല്ലോ. നമ്മൾ വാങ്ങുന്ന അതേ കുപ്പിയിൽ തന്നെയാണ് ഞാൻ എണ്ണ എടുക്കുന്നത്. പിന്നെ ഇവിടെ വെക്കണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ വെക്കണ്ടേ. അപ്പോൾ നോക്കട്ടെ, പറ്റിച്ചൊരു എണ്ണക്കുടം വാങ്ങണം. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. എങ്ങനെയാ ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിക്കാം കേട്ടോ. പരിപ്പ് ഇട്ടുകൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഉപ്പ് ഇടണ്ട. ഉപ്പ് ഇപ്പിട്ടാല് ചിലപ്പം പരിപ്പ് വേവാൻ ടൈം എടുക്കും. അതുകൊണ്ട് ഉപ്പ് ഇടണ്ട. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് മഞ്ഞപ്പൊടി, അതുപോലെ മുളക് പൊടി ഇടാം. എന്നിട്ട് തീ ഓൺ ചെയ്തിട്ട് കുറച്ച് പരിപ്പ് വേവിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ, കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചു കൊടുത്താൽ പിന്നെ പതഞ്ഞു പോവില്ല പരിപ്പ്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തുളിച്ചെടുത്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാൻ വെക്കാം. വെയിറ്റിട്ടിട്ട് ഓക്കെ. ഒരു 5 വിസിലെങ്കിലും വന്നോട്ടെ. പരിപ്പ് നന്നായിട്ട് വെന്തുടയണം, അതാണ് അതിന്റെ കണക്ക്. അപ്പം വിസിൽ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വരുന്ന നേരം കൊണ്ടേ നമുക്ക് പോയിട്ട് അരപ്പ് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇടാം. ഫുൾ ഇടരുതേ, കുറച്ച് നാളികേരം നമുക്ക് ആവശ്യമുണ്ട്. അരയ്ക്കാതെ കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇത്രയും ബാക്കി വെച്ചാൽ മതി. നാളികേരം ഇട്ടു. അതിലേക്ക് ചെറിയ ജീരകം, അതേപോലെ ചെറിയ ഉള്ളി. നമ്മളിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉള്ളി എടുക്കുന്നുള്ളൂ. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിസിൽ വരാനായിണ്ടാവും, അങ്ങോട്ടേക്ക് പോവാം. അഞ്ച് വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ. നമുക്ക് ആവി പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ പോയിട്ട് തോന്നുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട് കേട്ടോ. കണ്ടുവോ? നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ബാക്കി വേവ് ഇനിയിപ്പം മത്തൻ വേവണല്ലോ, മത്തൻ ഇടുമ്പം ബാക്കി വേവും കൂടെ ആയിക്കോളും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മത്തൻ ഇടാം അതിലേക്ക്. മത്തനും ആവശ്യത്തിനുള്ള ഉപ്പും, അതേപോലെ നമ്മൾ ഒരു പച്ചമുളക് കീറി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പ് ഓൺ ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവുണ്ട് തോന്നിയാൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ മറ്റേ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്ര മതി കേട്ടോ, അധികം ആവണ്ട. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇനിയിപ്പം അരപ്പൊഴിക്കുമല്ലോ, അപ്പൊ അതൊന്നും കുറച്ച് വെള്ളം വരും. അപ്പൊ ഏതായാലും ഇത് നന്നായിട്ടൊന്ന് മത്തനും കൂടെ വേവട്ടെ. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മത്തൻ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് അധികം ടൈമൊന്നും എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പരിപ്പിന്റെ കൂടെ ഇടാൻ കേട്ടോ. പരിപ്പിന് നല്ല വേവുണ്ടേനും മത്തനാണെങ്കിൽ അത്ര വേവൊന്നുമില്ല.
അപ്പൊ അതുകൊണ്ടാണ് പരിപ്പിന്റെ കൂടെ ഇടാഞ്ഞത്. ഒന്ന് 2 തള തിളയ്ക്കുമ്പോഴേക്കും തന്നെ മത്തൻ വെന്തോളും. ഞാനിത് അറിയാത്ത വല്ല ന്യൂ കുക്സും വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുക കേട്ടോ, അല്ലാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയേ അല്ല പറയുന്നത്. ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്ന് സിമ്മാക്കി കൊടുക്കാം കേട്ടോ. മറ്റേത് പെട്ടെന്ന് വെള്ളം എല്ലാം കൂടെ പറ്റി അടി പിടിക്കും. അപ്പം നമ്മുടെ മത്തനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ചും കൂടെ ആവട്ടെ. മത്തന്റെ ആ വേവ് അറിയാൻ വേണ്ടിയിട്ടേ ഒന്ന് നമുക്ക് ആയോന്ന് തോന്നുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് അമർത്തി കൊടുത്തു നോക്കിയാൽ മതി. അത് ഉടയുന്നുണ്ടെങ്കിൽ ആയി എന്നാണ്, ഇല്ലെങ്കിൽ ആ ഭംഗിയും ബാക്കിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ ഇത് ആയിട്ടില്ല, ഒന്നും കൂടെ തിളച്ച് ആവട്ടെ. മത്തനൊക്കെ ഇതാ നന്നായി വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പാകം കേട്ടോ. അതായത് ഇങ്ങനെ എന്താ പറയുക, നല്ല കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് കിടക്കാനും പാടില്ല, എന്നാൽ ഫുള്ള് ഉടഞ്ഞു കലങ്ങാനും പാടില്ല. പക്ഷെ ആ ഒരു ഗ്രേവിയിലേക്ക്, നമ്മുടെ പരിപ്പിന്റെ കൂട്ടത്തിൽ ആ ഗ്രേവിയിലേക്ക് മത്തന്റെ ആ ടേസ്റ്റും കൂടെ ഇറങ്ങണം. അതാണ് അതിന്റെ ഒരു പാകം. അപ്പൊ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഉടയുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഹൈ ആക്കാം തീയ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച, അതായത് അരച്ചു വെച്ച നാളികേരല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അപ്പൊ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങിച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവിടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊന്ന് മെൽറ്റ് ആവട്ടെ, ചൂടാവട്ടെ, എന്നിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങിയിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇടാം. കടുക് പൊട്ടട്ടെ. ഇനി വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ടെടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതിലാണ് ആ എരിശ്ശേരിന്റെ ടേസ്റ്റ് മുഴുവൻ സെറ്റാകുക. അപ്പൊ അതാ നാളികേരം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവസാനത്തെ ആ ഒരു താളിപ്പ്, നമ്മുടെ വറവിടലാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു എരിശ്ശേരിൻ്റെ ഫുൾ ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഓണത്തിന് തന്നെ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആൻഡ് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.